ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് 8-bit ഇൻ്റൽ 8085 മൈക്രോ പ്രൊസസ്സറാണ്. ആദ്യം നമുക്ക് ഒരു മൈക്രോ കമ്പ്യൂട്ടർ എന്താണെന്ന് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് സ്കീമാറ്റിക് ഡയഗ്രാമാണ്. അപ്പോൾ നമുക്കിതിൽ ഇൻപുട്ട് ഡിവൈസ് കാണാം. കീബോർഡ്, മൗസ് അതൊക്കെ ഇൻപുട്ട് ഡിവൈസിൽ വരുന്നതാണ്. അതേപോലെ മോണിറ്റർ, പ്രിൻ്റർ അതൊക്കെ ഔട്ട്പുട്ട് ഡിവൈസിൽ വരുന്നതാണ്. മെമ്മറിയിൽ വരുന്നതാണ് നമുക്കറിയാം റാം, റോം. പിന്നെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് മൈക്രോ പ്രൊസസ്സറാണ് അടുത്തത്. മൈക്രോ പ്രൊസസ്സറാണ് ഇൻപുട്ട് ഡിവൈസിനെ ഔട്ട്പുട്ട് ഡിവൈസിനെ കൺട്രോൾ ചെയ്യുന്നതും അതേപോലെ തന്നെ അവ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതും. അപ്പോൾ ഇൻപുട്ട് ഡിവൈസിൽ നമ്മൾ വല്ല ഡാറ്റയും മൈക്രോ പ്രൊസസ്സർക്ക് കൊടുത്താൽ മൈക്രോ പ്രൊസസ്സർ അത് മെമ്മറിയിൽ റൈറ്റ് ചെയ്യും. പിന്നെ ടാസ്ക് പെർഫോം ചെയ്യുന്ന സമയത്ത് CPU മെമ്മറിയിൽ നിന്ന് ആ ഡാറ്റനെ റീഡ് ചെയ്തിട്ട് പെർഫോം ചെയ്യും, ആ ടാസ്കിനെ പെർഫോം ചെയ്യും. എന്നിട്ട് റിസൾട്ട് മെമ്മറിയിൽ തന്നെ സ്റ്റോർ ചെയ്യും. പിന്നെ ആവശ്യമുള്ള സമയത്ത് ഔട്ട്പുട്ട് ഡിവൈസൊക്കെ അത് ഡിസ്പ്ലേ ചെയ്യുകയാണ് ചെയ്യുക. പിന്നെ അടുത്തത് നമുക്ക് മൈക്രോ പ്രൊസസ്സറിൻ്റെ പാർട്സ് നോക്കാം. ഇവിടെ നമുക്ക് കാണാം ALU, അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ഈ അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റാണ് എല്ലാ അരിത്മെറ്റിക് ഓപ്പറേഷൻസായ അഡീഷൻ, സബ്ട്രാക്ഷൻ പോലെയുള്ളതും അതേപോലെ തന്നെ ആൻഡ്, ഓർ, എക്സ്ക്ലൂസീവ് ഓർ പോലത്തെ ലോജിക് ഓപ്പറേഷൻസും നടത്തുന്നത്. പിന്നെ നമുക്ക് അക്യുമുലേറ്റർ കാണാം. അക്യുമുലേറ്റർ ഒരു രജിസ്റ്ററാണ്. നമ്മൾ വല്ല ഓപ്പറേഷൻസും നടക്കുമ്പോൾ അതിൽ ഒരു ഓപ്പറൻറ്റ് എപ്പോഴും അക്യുമുലേറ്ററിൽ നിന്നായിരിക്കണം. അതേപോലെ അതിൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നതും അക്യുമുലേറ്ററിലാണ്. മൈക്രോ പ്രോസസ്സറിൻ്റെ അടുത്തൊരു പാർട്ടാണ് ജനറൽ ആൻഡ് സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ഡാറ്റനെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് അതിൻ്റെ റിസൾട്ടുകൾ പ്രോഗ്രാം നടക്കുമ്പോൾ ഇൻ്റർമീഡിയേറ്റ് ചെയ്യാനും. അതേപോലെ സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ് മൈക്രോ പ്രൊസസ്സർ തന്നെയാണ് യൂസ് ചെയ്യുക. അവർ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നില്ല. പ്രോഗ്രാം കൗണ്ടറും സ്റ്റാക്ക് പോയിൻ്ററും സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്ററിൻ്റെ എക്സാമ്പിളാണ്. അടുത്ത് നമുക്ക് ഒരു 8-bit ഇൻറ്റേർണൽ 8085 ഒരു ബ്ലോക്ക് ഡയഗ്രാം കാണാം. ഇവിടെ നമുക്ക് അഡ്രസ് ബസ്, ഡാറ്റ ബസ്, കൺട്രോൾ ബസ്, സീരിയൽ ഡാറ്റ ഇൻ, സീരിയൽ ഡാറ്റ ഔട്ട്, ക്രിസ്റ്റൽ ഇതൊക്കെ കാണാൻ സാധിക്കും. ആദ്യം നമുക്ക് അഡ്രസ് ബസ്സും കൺട്രോൾ ബസ്സും ഡാറ്റ ബസ്സും എന്താണെന്ന് നോക്കാം. അഡ്രസ് ബസ് ക്യാരീസ് അഡ്രസ് ഇൻഫോർമേഷൻ. ഇപ്പോൾ മൈക്രോ പ്രൊസസ്സറിന് ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ഡാറ്റ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡാറ്റ എവിടെയാണ് കിടക്കുന്നത് അതിൻ്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്രസ് ബസ് യൂസ് ചെയ്യുക. അഡ്രസ് ബസ് ഒരു 16-bit ബസ്സാണ്. അതായത് അതിന് അറ്റ് എ ടൈം 216 ഡിഫറെൻറ്റ് പോസിബിൾ അഡ്രസ്സിനെ ജനറേറ്റ് ചെയ്യുക. അടുത്തത് ഡാറ്റ ബസ്സാണ്. ഡാറ്റ ബസ് ക്യാരീസ് ഡാറ്റ. അതൊരു 8-bit ബസ്സാണ്. ഡാറ്റ ബസ്സിൻ്റെ വിഡ്ത്ത് നോക്കിയിട്ടാണ് നമ്മൾ മൈക്രോ പ്രൊസസ്സറിൻ്റെ കപ്പാസിറ്റി പറയുക. ഇവിടുത്തെ ഡാറ്റ ബസ് 8-bit വിഡ്ത്തുള്ളതാണ്. അപ്പോൾ നമ്മുടെ മൈക്രോ പ്രൊസസ്സറും 8-bit ആണ്. കൺട്രോൾ ബസ്സാണ്. കൺട്രോൾ ബസ് ക്യാരീസ് കൺട്രോൾ സിഗ്നൽസ്. അതായത് നമുക്ക് എന്ത് ഓപ്പറേഷൻ നടക്കണോ എന്നുള്ളതൊക്കെ കൺട്രോൾ ചെയ്യണതും അതിൻ്റെ സിഗ്നൽ കൊടുക്കുന്നതൊക്കെ കൺട്രോൾ ബസ്സാണ്. ഈ ഡയഗ്രാം നോക്കിയാൽ നമുക്ക് കാണാം AD0, AD7 അഡ്രസ് ഒരു ഡാറ്റ ബസ്. ഇതെന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഇവിടുത്തെ 8 പിൻസ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് 8-bit ഓഫ് മെമ്മറി അഡ്രസ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 8 ബിറ്റ്സ് ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റ് ഓഫ് അഡ്രസ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഡാറ്റ ബസ് അഡ്രസ് ബസ്സിനെയും കൂടി ക്യാരി ചെയ്യുന്നുണ്ട് ടൈം ഷെയറിംഗ് മോഡിൽ. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ അഡ്രസ് മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അഡ്രസ് ബസ് 16-bit ആണ്. അതായത് 64K മെമ്മറി ലൊക്കേഷൻസ് ആണ് അഡ്രസ് ബസ്സിന് ഉള്ളത്. ഇവിടുത്തെ ഒരു പിന്ന് IO⁻M എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. IO⁻M എന്ന് പറഞ്ഞിട്ടൊരു പിന്നും കൂടി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അധികം മൈക്രോ കമ്പ്യൂട്ടേഴ്സിലും മൈക്രോ പ്രൊസസ്സർ മെമ്മറീനെയും IO ഡിവൈസിനെയും കണക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു മൈക്രോ കമ്പ്യൂട്ടറിനെ ഡിസൈൻ ചെയ്യാം. എങ്ങനെയെന്ന് വെച്ചാൽ അതിൻ്റെ ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും ഈസ് ട്രീറ്റഡ് ആസ് മെമ്മറി ബൈ മൈക്രോ പ്രൊസസ്സർ. അതായത് മൈക്രോ പ്രൊസസ്സർ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസിനെയും അതേപോലെ തന്നെ മെമ്മറിനെയും ഒരേപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്.
കോമൺ ബസ്സായിരിക്കും, അതേപോലെ തന്നെ കോമൺ കൺട്രോൾ ലൈൻസും ആണ് യൂസ് ചെയ്യേണ്ടാവുക. ഒരു 16 ബിറ്റ് അഡ്രസ് ലൈൻസാണ് എന്തിന് IO ഡിവൈസസിനെ അല്ലെങ്കിൽ മെമ്മറീനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത്. ഈ ഒരു മെത്തേഡിനെ നമ്മൾ മെമ്മറി മാപ്ഡ് IO എന്ന് പറയണത്. IO ഡിവൈസസുമായിട്ടുള്ള മൈക്രോ പ്രോസസ്സറിൻ്റെ അടുത്തൊരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ് IO മാപ്ഡ് IO. ഇവിടെ IO ഡിവൈസസ് ട്രീറ്റ് ചെയ്യണത് IO ഡിവൈസസ് ആയിട്ടും അതേപോലെ മെമ്മറി ട്രീറ്റ് ചെയ്യണത് മെമ്മറി ആയിട്ടുമാണ്. സെയിം അഡ്രസ്സ് ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുക. ഒരു 8 ബിറ്റ് അഡ്രസ് ലൈനായിരിക്കും IO ഡിവൈസിനെ അല്ലെങ്കിൽ മെമ്മറീനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഇങ്ങനത്തെ സ്കീം അഡ്രസ് ബസ് എന്നും ഒരു അഡ്രസ്സിനെ യൂസ് ചെയ്താൽ അതൊന്നില്ലെങ്കിൽ മെമ്മറീനെ റെഫർ ചെയ്യുന്നതാവാം അല്ലെങ്കിൽ IO ഡിവൈസിനെ റെഫർ ചെയ്യുന്നതാവാം. ഈ അഡ്രസ്സ് ഏതിനെയാണ് ഉദ്ദേശിക്കണതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മൈക്രോ പ്രോസസ്സർ അനദർ സിഗ്നലായ ഒരു IO/MBAR ലൈനിനെ ചൂസ് ചെയ്യും. ഈ ലൈന് ഹൈ ആണെങ്കിൽ അത് IO ഡിവൈസിനെ മീൻ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അത് മെമ്മറീനെ മീൻ ചെയ്യുന്നതും. ഇങ്ങനെ 2 രീതിയിലാണ് മൈക്രോ പ്രോസസ്സർ IO ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. അതായത് ഒന്ന് മെമ്മറി മാപ്ഡ് IOയും ഒന്ന് IO മാപ്ഡ് IOയും. പിന്നെ നമുക്ക് ക്രിസ്റ്റൽ കാണാം. ക്രിസ്റ്റൽ പൾസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ മുകളിലൊരു പ്ലസ് VCC കാണാം, അടിയിൽ ഗ്രൗണ്ടും. പിന്നെ കൺട്രോൾ ബസ്സും. കൺട്രോൾ ബസ് എന്തിനാണെന്ന് നമ്മൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഡയഗ്രത്തിൽ പറയണത്. അടുത്തത് നമുക്ക് 8085ൻ്റെ ആർക്കിടെക്ചർ നോക്കാം. ഇവിടെ നമുക്ക് കുറേ രജിസ്റ്റേഴ്സ് കാണാം. അതിൽ ആദ്യം അക്യുമുലേറ്റർ നോക്കാം. അക്യുമുലേറ്റർ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതൊരു 8 ബിറ്റ് രജിസ്റ്ററാണ്. വേരിയസ് അരിത്മെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഓപ്പറേഷൻ നടക്കുമ്പോൾ ഒരു ഓപ്പറൻറ്റ് എന്തായാലും അക്യുമുലേറ്ററിൽ നിന്നായിരിക്കണം. അതർ ഓപ്പറൻറ്റ് ഒന്നില്ലെങ്കിൽ മെമ്മറി ലൊക്കേഷനെന്നോ അല്ലെങ്കിൽ അതർ രജിസ്റ്ററിൽ ആവാം. മാത്രമല്ല അതിൻ്റെ റിസൾട്ട് എപ്പോഴും അക്യുമുലേറ്ററിലായിരിക്കും സേവ് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് 6 ജനറൽ 8 ബിറ്റ് രജിസ്റ്റേഴ്സിനെ കാണാൻ പറ്റും. BCDEHL ഇതാണ് 6 ജനറൽ 8 ബിറ്റ് രജിസ്റ്റേഴ്സ്. ഇവ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. 8 ബിറ്റ് ഡാറ്റയാണ് ആവശ്യമെങ്കിൽ അങ്ങനെ ഇൻഡിവിജ്വലായി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 16 ബിറ്റ് ഡാറ്റയാണ് നമുക്ക് ആവശ്യമെങ്കിൽ പെയറായിട്ടും യൂസ് ചെയ്യാം. പോസിബിൾ പെയേഴ്സ് BCDEHL. 6 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് കൂടാണ്ട് നമുക്ക് സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. സ്റ്റാക്ക് പോയിൻ്ററും പ്രോഗ്രാം കൗണ്ടറും ഒക്കെ സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സാണ്. അടുത്തതായിട്ട് നമുക്ക് പ്രോഗ്രാം കൗണ്ടറിൻ്റെ ഫങ്ഷൻ നോക്കാം. നമുക്കറിയാം ഒരു മൈക്രോ പ്രോസസ്സർ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത് 3 സ്റ്റെപ്പ് കൂടെയാണ്. ആദ്യം മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യണം. മെമ്മറിയിൽ ധാരാളം ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ഇതിൽ ഏത് ഇൻസ്ട്രക്ഷനാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് മനസ്സിലാക്കണം. അതായത് ഏത് അഡ്രസ് ലൊക്കേഷനിലാണ് നമുക്ക് ആവശ്യമുള്ള ഇൻസ്ട്രക്ഷൻസ് കിടക്കണമെന്ന് അറിയണം. ഈ അഡ്രസ് ലൊക്കേഷൻ സ്റ്റോർ ചെയ്ത രജിസ്റ്ററാണ് പ്രോഗ്രാം കൗണ്ടർ. പ്രോഗ്രാം കൗണ്ടർ വിൽ സ്റ്റോർ ദ അഡ്രസ് ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. പ്രോഗ്രാം കൗണ്ടറിൽ സേവ് ആയ അഡ്രസ് ബഫർ വഴിയും അഡ്രസ് ഓർ ഡാറ്റ ബഫർ വഴിയാണ് ഡാറ്റാ ബസ്സിലെത്തുന്നത്. ഒരു ഉദാഹരണത്തിന് 1000 പറഞ്ഞ ഒരു 16 ബിറ്റ് അഡ്രസ്സാണ് പ്രോഗ്രാം കൗണ്ടറിൽ സേവ് ആയതെന്ന് വെക്കുക. അത് 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഹയർ ഓർഡർ അഡ്രസ്സ് 10യും ലോവർ ഓർഡർ അഡ്രസ്സ് 00യും. ഈ ഹയർ ഓർഡർ അഡ്രസ് ബഫർ വഴിയും ലോവർ ഓർഡർ അഡ്രസ് ഓർ ഡാറ്റ ബഫർ വഴിയും ഡാറ്റാ ബസ്സിലെത്തും. ഈ അഡ്രസ് ഓർ ഡാറ്റ ബഫർ വഴി മെമ്മറിയിൽ നിന്ന് ഡാറ്റയും കൂടി ഡാറ്റാ ബസ്സിൽ എത്തും. ഡാറ്റാ ബസ്സിലെത്തിയ ഡാറ്റ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ സേവ് ആവുന്നു. ആ സേവ് ചെയ്ത ഡാറ്റ ഏത് ടാസ്ക്കാണ് പെർഫോം ചെയ്യുക എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത് ഇൻസ്ട്രക്ഷൻ ഡെക്കോഡറിനാണ്. ഇൻസ്ട്രക്ഷൻ ഡെക്കോഡറിന് നേരെ സിഗ്നൽ ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റിലേക്കാണ് പോവുക. അവിടുന്ന് കിട്ടുന്ന സിഗ്നൽക്ക് അനുസരിച്ചിട്ടാണ് ആർക്കിടെക്ചറിലെ മറ്റു ബ്ലോക്സൊക്കെ ഫങ്ഷൻ ചെയ്യുന്നത്. ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റാണ് അവരുടെ എല്ലാം ടൈമും മറ്റു കാര്യങ്ങളും കൺട്രോൾ ചെയ്യണത്. ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്തതിന് ശേഷം ALUവിൽ വെച്ച് എക്സിക്യൂഷൻ നടക്കും. അഡീഷൻ, സബ്ട്രാക്ഷൻ, ആൻഡ് ഓർ
അങ്ങനത്തെ ലോജിക് ആൻഡ് അരിത്മെറ്റിക് ഓപ്പറേഷൻസൊക്കെ ALUവിൽ വെച്ചാണ് നടക്കുക. ALUവിൽ 2 ഇൻപുട്ട് നമുക്ക് കാണാൻ പറ്റും, അക്യുമുലേറ്ററും ടെമ്പററി രജിസ്റ്ററും. ഇപ്പോൾ 2+3 ആണ് നമുക്ക് ചെയ്യേണ്ടെങ്കിൽ 2 എന്ന് പറഞ്ഞ ഓപ്പറൻ്റ് അക്യുമുലേറ്ററിലും 3 ടെമ്പററി രജിസ്റ്ററിലുമായിരിക്കും സേവ് ചെയ്തിട്ടുണ്ടാവുക. ഈ ALU ഇതിൻ്റെ ടാസ്ക് പെർഫോം ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഓപ്പറേഷൻ നടത്തിയതിന് ശേഷം റിസൾട്ട് അക്യുമുലേറ്ററിൽ തന്നെ സേവ് ചെയ്യും. അടുത്തതായി നമുക്ക് ഫ്ലാഗ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. ഈ ഫിഗറിൽ കാണിക്കുന്നതാണ് ഫ്ലാഗ് രജിസ്റ്റർ. 5 ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടാണ് ഫ്ലാഗ് രജിസ്റ്റർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് 8085 5 ഫ്ലാഗാണുള്ളത്. ഫ്ലാഗ് രജിസ്റ്ററിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് അക്യുമുലേറ്ററിൽ സേവ് ചെയ്ത റിസൾട്ടിൻ്റെ സ്റ്റാറ്റസ് അറിയുക എന്നുള്ളതാണ്. ഫിഗറിൽ നമുക്ക് മനസ്സിലാക്കാം. ആദ്യം D7ൽ S എന്ന് എഴുതിയിട്ടുണ്ട്, അതാണ് സൈൻ ഫ്ലാഗ്. സൈൻ ഫ്ലാഗ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അക്യുമുലേറ്ററിൽ കിട്ടിയ റിസൾട്ടിൻ്റെ പോസിറ്റീവാണോ നെഗറ്റീവാണോ അനുസരിച്ചിട്ടാണ് ഫ്ലാഗ്, അതായത് സൈൻ ഫ്ലാഗ് സെറ്റ് ആവുക. നമുക്ക് കിട്ടിയ റിസൾട്ടിൻ്റെ നെഗറ്റീവ് ആണെങ്കിൽ ഫ്ലാഗ് സെറ്റ് ആവും, പോസിറ്റീവ് ആണെങ്കിൽ ഫ്ലാഗ് റീസെറ്റും ആവും. അടുത്തത് 0 ഫ്ലാഗാണ്. നമ്മുടെ ഓപ്പറേഷൻ്റെ റിസൾട്ട് 0 ആണെങ്കിൽ 0 ഫ്ലാഗ് സെറ്റ് ആവും. അതായത് 0 റിസൾട്ട് കിട്ടുകയാണെങ്കിൽ 0 ഫ്ലാഗിൻ്റെ വാല്യൂ 1 ആയിരിക്കും. നോൺ 0 റിസൾട്ട് ആണെങ്കിൽ അത് റീസെറ്റ് ആയിരിക്കും, റീസെറ്റ് 0 ആയിരിക്കും. അടുത്ത ഫ്ലാഗ് D4ലുള്ള ഓക്സിലറി ക്യാരി ഫ്ലാഗാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഈ D3 ബിറ്റിൽ 2 നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് ക്യാരി വരികയാണെങ്കിൽ ഓക്സിലറി ക്യാരി ഫ്ലാഗ് സെറ്റ് ആവും. ഇനി ക്യാരി വന്നിട്ടില്ലെങ്കിൽ അത് റീസെറ്റും ആവും. നെക്സ്റ്റ് ഫ്ലാഗ് പാരിറ്റി ഫ്ലാഗാണ്, D2 ബിറ്റിലുള്ളത്. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റിസൾട്ട് ഓഫ് ദി ഓപ്പറേഷനിൽ ഈവൻ നമ്പർ ഓഫ് വൺസ് ആണ് ഉള്ളതെങ്കിൽ പാരിറ്റി ഫ്ലാഗ് സെറ്റ് ആവും, അതർവൈസ് അത് 0യിലേക്ക് പോകും. അടുത്ത ഫ്ലാഗ് ക്യാരി ഫ്ലാഗാണ്. D7 ബിറ്റിലുള്ള 2 നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് ക്യാരി വരികയാണെങ്കിൽ ക്യാരി ഫ്ലാഗ് സെറ്റ് ആവും, അല്ലെങ്കിൽ അത് 0 ആയിരിക്കും. ഇത്രയാണ് ഫ്ലാഗ് രജിസ്റ്ററിനെ കുറിച്ച് നമുക്ക് അറിയാനുള്ളത്. അടുത്തത് നമുക്ക് സ്റ്റാക്ക് പോയിൻ്ററിനെ കുറിച്ചിട്ട് പഠിക്കാം. ആദ്യം നമുക്ക് സ്റ്റാക്ക് എന്താണെന്ന് നോക്കാം. ഓർഡറിൽ വല്ലതും ഇങ്ങനെ അട്ടിയായി വെക്കണതിനാണ് നമ്മൾ സ്റ്റാക്കിംഗ് എന്ന് പറയുക. മെമ്മറിയിലെ ഒരു പ്രത്യേക ലൊക്കേഷനെയാണ് സ്റ്റാക്ക് എന്ന് പറയുക. ഈ സ്റ്റാക്കിൽ ഡാറ്റ 1 by 1 ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നാണ്. അതായത് ലാസ്റ്റ് സ്റ്റോർ ചെയ്ത ഡാറ്റ ഫസ്റ്റ് എടുക്കും. അതായത് മെമ്മറിയിൽ പുഷ് ഇൻസ്ട്രക്ഷൻ വഴി നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യും. പോപ്പ് ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് ഡാറ്റ പുറത്തെടുക്കുമ്പോൾ ലാസ്റ്റ് സ്റ്റോർ ചെയ്ത ഡാറ്റയാണ് ആദ്യം നമുക്ക് കിട്ടുക. അതിനാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയാം. ഇവിടെ നമുക്ക് ഫിഗറിൽ സ്റ്റാക്കിൻ്റെ മെമ്മറി ലൊക്കേഷൻ കാണാം. ഇവിടെ നമ്മൾ പുതിയ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ സ്റ്റാക്ക് പോയിൻ്റർ ആ ലാസ്റ്റ് സ്റ്റോർ ചെയ്ത ഡാറ്റയുടെ അഡ്രസ്സ് പോയിൻ്റ് ചെയ്ത് തരും. അതായത് സ്റ്റാക്ക് പോയിൻ്റർ വിൽ പോയിൻ്റ് ദ അഡ്രസ് ഓഫ് ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. അതേപോലെ ഈ സ്റ്റാക്ക് നമ്മൾ ഒരു ഡാറ്റ ആഡ് ചെയ്യുകയാണെങ്കിൽ സ്റ്റാക്ക് പോയിൻ്ററിൻ്റെ വാല്യൂ ഒന്ന് ഡിക്രിമെൻ്റ് ആവും, അതായത് ഒന്ന് കുറയും. അതേപോലെ ഒരു ഡാറ്റ സ്റ്റാക്കിൽ നിന്ന് എടുത്ത് മാറ്റുകയാണെങ്കിൽ സ്റ്റാക്ക് പോയിൻ്ററിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവും, ഒന്ന് കൂടും. അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ഇൻക്രിമെൻ്റർ ഓർ ഡിക്രിമെൻ്റർ അഡ്രസ് ലാച്ചാണ്. ഇത് സ്റ്റാക്ക് പോയിൻറ്റിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യാനോ ഡിക്രിമെൻ്റ് ചെയ്യാനോ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതൊരു 16 ബിറ്റ് രജിസ്റ്ററാണ്. അടുത്തത് സീരിയൽ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് കൺട്രോളാണ്. ഒരു മൈക്രോ പ്രോസസ്സർ ഒരു എക്സ്റ്റേണൽ ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോർട്ടാണ് സീരിയൽ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് കൺട്രോൾ. അടുത്തത് നമുക്ക് ഇൻ്ററപ്റ്റ് കൺട്രോളിൻ്റെ ഫംഗ്ഷൻ നോക്കാം. ഒരു എക്സ്റ്റേണൽ ഡിവൈസിൽ നിന്ന് സിഗ്നൽ വരുമ്പോൾ മൈക്രോ പ്രോസസ്സർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം താൽക്കാലികമായി നിർത്തിവെച്ച് എക്സ്റ്റേണൽ ഡിവൈസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആ കമ്മ്യൂണിക്കേഷന് ശേഷം അത് വീണ്ടും
അത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം പിന്നെയും തുടരുകയും ചെയ്യുന്നു. ഇതിനു വേണ്ടി യൂസ് ചെയ്യണ ഒരു പോർട്ടാണ് ഇൻ്ററപ്റ്റ് കൺട്രോൾ. ഇത്രയുമാണ് നമുക്ക് ആർക്കിടെക്ചർ ഓഫ് 8085 പഠിക്കാനുള്ളത്. ഇതുവരെ എടുത്തതെല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.